പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 34 5 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് ഇപ്രകാരം പറയുന്നത്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. 6 വാക്യത്തിൽ ഈ എളിയവൻ യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരം അരുളി എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ വിടുവിച്ചതായിട്ട് ദാവീദ് പ്രയാസത്തിലായിരുന്ന സമയത്ത് കർത്താവ് വിടുവിച്ചതായിട്ട്, കർത്താവിനോട് നിലവിളിച്ചപ്പോൾ വിടുവിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആരാണ് അവൻ? യഹോവയായ ദൈവം, കർത്താവായ ദൈവം. ആ കർത്താവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല എന്നതും ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യഹോവയുടെ മുമ്പാകെ, യഹോവയുടെ മുഖത്ത് നോക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുഖം പ്രകാശ തുല്യമായി മാറും. യഹോവയിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവോട് നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുഖം, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ മുഖം പ്രകാശ തുല്യമായി മാറും, തേജസ് കൊണ്ട് നിറയ്ക്കും. ആ കർത്താവിൻ്റെ തേജസ് അവനിൽ നിറയുവാൻ അല്ലെങ്കിൽ അവളിൽ നിറയുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്ന, കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിനെ പറ്റിച്ചേർന്നിരിക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുമാറാതെ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും മുഖം ഒരിക്കലും ശോഭയില്ലാത്തതായി മാറത്തില്ല. അവർ ശോഭിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മോശ കൽപ്പനകൾ വാങ്ങി മടങ്ങി വന്നപ്പോൾ തേജസ് കൊണ്ട് നിറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ തേജസ് പ്രാപിച്ചാണ് മോശ അവിടുന്ന് മടങ്ങി വരുവാനിടയായി തീർന്നത്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട്, ദൈവ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. ആരുടെ തേജസ്സാണ് ആ മോശയിൽ പ്രകാശിച്ചത്? കർത്താവിൻ്റെ തേജസ്. അപ്പോൾ നമ്മളും കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവിനെ ആരാധിച്ചാൽ, കർത്താവിനെ ചേർത്തു പിടിച്ചാൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ടുമാറാതെ നാം സൂക്ഷിച്ചാൽ നമ്മുടെ മുഖവും പ്രകാശ തുല്യമായി മാറും. നാം ചിരിക്കാതെ തന്നെ നമ്മുടെ മുഖത്ത് എപ്പോഴും ചിരിക്കുന്നൊരു ഭാവം, പ്രകാശിക്കുന്നൊരു ഭാവം നമ്മളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവ് നമ്മുടെ കരം വിടാതെ, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കണം. അപ്പോൾ ദൈവമക്കളെ, നാം കർത്താവിനോട് എന്ത് യാചിക്കുമോ അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ഇറങ്ങുകയും അവിടെ വിടുതൽ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് താമസമുണ്ടാകും, പക്ഷേ അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതികൾ കാണും ആ വിഷയത്തിൻ്റെ മേൽ. അതുകൊണ്ടാണ് അത് ഡിലേ ആവുന്നത്. പക്ഷേ ദൈവം പരിഹാരത്തെ തരുന്നവനാണ്, കർത്താവ് പരിഹാരത്തെ തരുന്നവനാണ്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി നാം ജീവിക്കുക, കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. കർത്താവിനെ ഒരിക്കലും നാം കൈവിടരുത്. എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പ്രതിസന്ധികൾ കടന്നു വരട്ടെ, നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കുന്നത് ഒരിക്കലും വിട്ടുകളയരുത്. ദൈവത്തെ ചേർത്ത് പിടിക്കണം. ദൈവത്തിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കണം. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ, കർത്താവിൻ്റെ ഒപ്പം നടക്കുവാൻ, കർത്താവ് നമ്മുടെ കൂടെ നടക്കുവാൻ, കൂടെ ഇരിക്കുവാൻ, കൂടെ കിടക്കുവാൻ ഒക്കെ നാം ആഗ്രഹിക്കണം. നാം ഉറങ്ങുമ്പോഴും, നാം ഉണർന്നിരിക്കുമ്പോഴും, നാം യാത്രയിലായിരിക്കുമ്പോഴും
നാം ജോലിയിലായിരിക്കുമ്പോഴും നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കണം. ദൈവമക്കളെ, ഈ ദാവീദ് കർത്താവിൻ്റെ മുഖത്ത് എപ്പോഴും നോക്കിയത് കൊണ്ടാണ് കർത്താവ് ദാവീദിനെ കൈവിടാത്തത്. പ്രതികൂലങ്ങൾ പലതും കടന്നു വന്നു, പ്രതിസന്ധികൾ പലതും കടന്നു വന്നു, പരീക്ഷണങ്ങൾ പലതും കടന്നു വന്നു. പക്ഷേ കർത്താവിനെ ആരാധിക്കുന്നതിൽ, കർത്താവിനെ ചേർത്തു പിടിക്കുന്നതിൽ ദാവീദ് ഒട്ടും തന്നെ പുറകിലല്ലായിരുന്നു. പാപം ചെയ്തവനാണ് ദാവീദ്. പക്ഷേ പാപം ചെയ്തതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു. എന്നാലും ദൈവം അവനെ സ്നേഹിച്ചിരുന്നു. അവൻ ആരാധിക്കുന്നത് കൊണ്ട്, അവൻ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, ആരാധനയ്ക്ക് ഒട്ടും തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെ നോക്കി പറയും എന്നൊന്നും ചിന്തിക്കത്തില്ല. ആരാധിക്കുന്ന സമയത്ത് സ്ഥലം മറന്ന്, സ്ഥലകാലം മറന്ന്, താൻ്റെ പദവികളെല്ലാം മറന്ന് ആരാധിക്കുന്നവനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദിനെ ദൈവം കണ്ടിരുന്നു. ദാവീദിൻ്റെ പല വിഷയങ്ങൾക്കും ദൈവം ഉത്തരം നൽകുവാൻ, വിടുതൽ നൽകുവാൻ ഒക്കെ ഇടയായി തീർന്നു ദൈവമക്കളെ. അതുപോലെ നാമും ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിൽ നാം തീവ്രതയുള്ളവരായി, നിഷ്ഠയുള്ളവരായി, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ഒരു മടിയുമില്ലാത്തവരായി, മറ്റുള്ളവർ നമ്മെ നോക്കി എന്ത് ചിന്തിക്കും എന്നൊന്നും നാം ചിന്തിക്കാതെ ദൈവസന്നിധിയിൽ നാം ആരാധിച്ച് മുന്നേറുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തെ നൽകി, വിടുതൽ നൽകി ദൈവം മാനിക്കുവാൻ ഇടയാവും ദൈവമക്കളെ. അതുകൊണ്ട് ആരാധന ഒരിക്കലും വിടരുത്. നമുക്ക് ലഭിക്കുന്ന സമയത്തെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഒരിക്കലും മടിക്കരുത്. കർത്താവിന് എപ്പോഴും സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന വ്യക്തികളായി, ഭാഷാവരങ്ങളുള്ളവർ അന്യഭാഷയിൽ എപ്പോഴും ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവമക്കളെ, ദൈവം നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നമ്മുടെ മേൽ പകരുവാൻ ഇടയായി തീരും. ദാവീദ് പല പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിന്നത് ആ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ അവന് മടി ഇല്ലായിരുന്നത് കൊണ്ടാണ്. നാമും ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കാനല്ല നാം ആരാധിക്കേണ്ടത്. നാമും ദൈവവുമായിട്ടൊരു ബന്ധം, അഭേദ്യ ബന്ധമുണ്ടായിരിക്കണം. നാം മറ്റുള്ളവരെ കാണിക്കുവാൻ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല. നാം ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ നോക്കുന്നു, നാം ആരാധിക്കുന്നത് അവർ കാണുന്നു, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ ആരാധിക്കണമെന്ന് തോന്നുന്നു അപ്രകാരമെല്ലാം നമുക്ക് ആരാധിക്കാം, നൃത്തം ചെയ്ത് ആരാധിക്കാം. ദാവീദ് നൃത്തം ചെയ്ത് ആരാധിക്കുന്നവനായിരുന്നു, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. പലരും പല രീതിയിൽ ആരാധിക്കും. ഞാൻ ചില സമയം എനിക്ക് നൃത്തം ചെയ്യണമെന്ന് തോന്നിയാൽ നൃത്തം ചെയ്ത് ഞാൻ ആരാധിക്കും. കൂടുതലും ദൈവസന്നിധിയിൽ ഞാൻ ഏകാഗ്രഹമായി നിന്ന് ദൈവസന്നിധിയിൽ കരമടിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭവനത്തിലാണെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ, അന്യഭാഷയിൽ ആരാധിക്കുവാൻ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കിട്ടുന്ന സമയമെല്ലാം ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ടോ നമ്മുടെ ഭവനം വിട്ടോ പോകാതെ ഇരിക്കുവാൻ നാം ശ്രമിക്കണം. നാം ആയിരിക്കുന്ന സ്ഥാപനങ്ങളിലും, നമുക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുമാറാതിരിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. നാം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം. ആ ജോലി ചെയ്യുന്ന നമ്മുടെ ആ മേഖല, നമുക്കൊരു ചെയർ കാണും, നമുക്കൊരു സ്ഥലം കാണും. അവിടെ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ
അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണമേ, എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ, ഞാൻ എവിടെ ആയിരുന്നാലും കൂടെ ഇരിക്കണമേ എന്നൊക്കെ നാം പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കണം. എന്ത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തോട് അന്യഭാഷയിലൊക്കെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നാം പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ടത് ആവശ്യമില്ല. എന്നാലും 3 നേരം പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ദാനിയേൽ 3 നേരവും ദൈവസന്നിധിയിൽ എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ മറിച്ച് ദാവീദാകട്ടെ കിട്ടുന്ന ടൈമിനെല്ലാം ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, നാം എപ്പോഴും ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം നമ്മുടെ കരത്തെ പിടിച്ചു നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. അപ്പോൾ നമുക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങൾ, നമ്മെ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എല്ലാം നാം പോലും അറിയാതെ നമ്മെ വിട്ട് അകന്നു പോകുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമക്കളെ, ദൈവം അത് മാറ്റിത്തരും. നാം അതിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രം മതി. കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിനൊപ്പം നാം ജീവിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറ്റി പ്രതികൂലങ്ങളിലും പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നൽകി ദൈവം നമ്മെ മാനിക്കുവാനും നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റി എന്തൊക്കെയാണോ നാം പ്രയാസപ്പെടുന്ന മേഖല അതെല്ലാം ദൈവം നമ്മളിൽ നിന്ന് മാറ്റുവാനിടയായിത്തീരും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അത് ദൈവഹിതമുള്ള ആഗ്രഹമായിരിക്കണം നാം ആഗ്രഹിക്കേണ്ടത്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും നാം ആഗ്രഹിച്ചാൽ ദൈവം നടത്തിത്തരത്തില്ല. ദൈവഹിതമുള്ള നമുക്ക് ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് നാം അതിനോട് യുദ്ധം ചെയ്യാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് കൊടുത്തിട്ട് നാം ദൈവസന്നിധിയിൽ ആയിരുന്നാൽ ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ദൈവമക്കളെ, ആ യുദ്ധത്തിൽ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റാൽ ആ യുദ്ധത്തിൽ നാം ജയിക്കുവാനിടയായിത്തീരും. ദൈവം നമ്മെ ജയിപ്പിക്കും. ഇന്ന് നാം പരിഹാസത്തിലായിരിക്കാം, നിന്ദയിലായിരിക്കാം, പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കാം, മറ്റുള്ളവരാൽ ചവിട്ടി തേക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ജയാളിയായി, വീരനായി നമുക്ക് പുറത്തു വരുവാൻ സാധിക്കും. അത് ദൈവത്താൽ ചെയ്യുവാൻ നാം ആഗ്രഹിക്കണം. നാം ഒരിക്കലും യുദ്ധം ചെയ്യരുത്. നാം സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ പ്രതികൂലങ്ങളിൽ നാം സൈലൻ്റ് ആയിട്ടിരിക്കുക. ദൈവത്തോട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ന്യായം നടത്തിത്തരുന്ന ദൈവം നമുക്ക് ന്യായം നടത്തിത്തരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഭാഗത്താണ് ന്യായമുണ്ടെങ്കിൽ ദൈവം ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നവനാണ്. അന്യായത്തിന് ഒരിക്കലും ദൈവം കൂട്ടുനിൽക്കത്തില്ല. അന്യായമായ ഒരു കാര്യത്തിനും ദൈവം കൂട്ടുനിൽക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും നാം ന്യായമായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ആവശ്യപ്പെട്ടിട്ടും അന്യായം ചെയ്യുന്ന വ്യക്തികളോട് ദൈവം കൂടെ നിൽക്കുന്നല്ലോ എന്ന് നാം ചിന്തിക്കും. അല്ല ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുന്നതാണ്. ആ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും ദൈവത്തെ എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ വിട്ട് അകലത്തില്ല എന്ന് അകലുമോ അകലത്തില്ലയോ എന്നൊക്കെ ദൈവം നമ്മെ നോക്കുന്നതാണ്. നാം ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവത്തെ വിട്ട് അകലാതെ ഇരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ന്യായം ദൈവം നടത്തിത്തരും. അതിനായി ദൈവമക്കളെ, നിങ്ങളേവരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം വിട്ടു മാറാതെ എപ്പോഴും നിങ്ങൾ ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന മക്കളായി, നാം മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയങ്ങൾ കൊടുത്തിട്ട് ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായി ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.